നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ബന്ദികൾ ജീവനോടെ ഉണ്ടാകില്ല എന്ന ഹമാസ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഹമാസിന്റെ ഈ ഭീഷണി എത്ര ദിവസത്തേക്ക് ഉണ്ടാകണമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഇസ്രായേൽ ഒരു പടി വെക്കുകയാണെങ്കിൽ, അതായത് ബോർഡർ കടന്ന് ഇസ്രായേൽ വരികയാണെങ്കിൽ, തുരങ്കത്തിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ബന്ദികളെ ഓരോരുത്തരെയും കൊന്നൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 100-ലധികം ഹമാസുകൾ ബന്ദികളെ വളയുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹമാസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ തടങ്കൽ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ബന്ദികളെ എന്തു ചെയ്യണമെന്നത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹമാസ് സായുധ വിഭാഗം തിങ്കളാഴ്ച പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഹമാസ് വധിച്ച 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതോടെ ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്താത്തതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ വീണ്ടും ഈ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം വലിയ രീതിയിൽ അതിശക്തമായ വെടിനിർത്തൽ നടക്കുകയാണ്. പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ ചില ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഈ പോളിയോ തുള്ളിമരുന്ന് നൽകി പൂർത്തിയായതിന് പിന്നാലെ തന്നെ നിമിഷങ്ങൾക്കകം തന്നെ വലിയ രീതിയിലുള്ള വെടിവെപ്പുകളാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും തിങ്കളാഴ്ച രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്ട്രഡറ്റ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളടക്കം പ്രവർത്തനം നിലച്ചിരുന്നു. ബാങ്കുകളും ഷോപ്പിംഗ് മാളുകളും അടച്ചിട്ടിരുന്നു. വിമാന സർവീസുകളും നിലച്ചിരുന്നു. രാജ്യവ്യാപക പ്രതിഷേധത്തിൽ 5 ലക്ഷത്തോളം പേരാണ് അണിചേർന്നത്. ഹമാസുമായി കരാറിലെത്തി ശേഷിക്കുന്ന ബന്ദികളെയെങ്കിലും ജീവനോടെ രാജ്യത്തെത്തിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബാംഗങ്ങളോട് നെതന്യാഹു മാപ്പ് പറഞ്ഞിരുന്നു. ബന്ദികളുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നെതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനുമാണെന്നാണ് ഹമാസും ആരോപിക്കുന്നത്. നേരിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെ ഡസൻ കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ ബോധപൂർവം കൊലപ്പെടുത്തിയെന്നും തടവുകാരുടെ കൈമാറ്റം ഇടപെട്ടാണ് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയതെന്നും ഒരു കരാറിലൂടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ തടവുകാരെ മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ നിർബന്ധം വ്യക്തമാകുന്നത് അവർ ശവപ്പെട്ടിക്കുള്ളിൽ മാത്രമേ കുടുംബങ്ങളിലേക്ക് മടങ്ങൂ എന്നാണെന്നും ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖാസം ബ്രിഗേഡ്സ് വക്താവ് അബു ഉബൈദ പ്രസ്താവനയിൽ പറഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോയി പണി നോക്കുവിൻ എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇസ്രായേൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും നെതന്യാഹു വീണോ എന്ന ചോദ്യം അടക്കമുള്ളവ ഉയരുകയാണ്.